എന്ന് പറഞ്ഞാൽ ഈ പോയിൻ്റാണിത്. ഇതിവിടെ നമുക്കിതിൻ്റെ ഉള്ളിൽ ഇതിന് പല പേരുകളുണ്ട്. ഇതിൽ ഇങ്ങനെ ഒരു മാംസം കട്ടിയായിട്ട് നിൽക്കുന്ന ഒരു സംവിധാനം കാണാം. അതാണ് കക്ഷശ്രീകാരണമാർഗം. ഇതിൽ നമുക്ക് പ്രയോഗിക്കാം. എന്നടിച്ചേ കേട്ടോ. ഇത് നമ്മൾ നേരെ കയറി ചെന്നിട്ട് അങ്ങോട്ട് ഉപയോഗിച്ചാൽ ഇത് കയ്യിലങ്ങ് കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കുള്ള ആളാണെങ്കിൽ സ്പോട്ടിൽ ഹാർട്ട് അറ്റാക്ക് ആവും. പിന്നെ നോക്കേണ്ടതില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കൈയാണ്, സിമ്പിളാണ്. പക്ഷേ ഇതിൽ പോയിന്റിൽ കിട്ടിക്കഴിഞ്ഞാൽ ഇത് നമുക്ക് മുദ്ര വെച്ചൊക്കെ ചെയ്യേണ്ടതാണ്. ആ പ്രയോഗങ്ങളൊന്നും ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് കാണിക്കുന്നില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിന് കറക്റ്റ് അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ആ കൈ അങ്ങ് തളർന്നു പോകും. ആ കയ്യിലൊരു സാധനം പിടിക്കാൻ കഴിയില്ല, അവിടെ ഇരുന്ന് പോകും ആൾ. ഹാർട്ട് അറ്റാക്ക് പോലുള്ള ആളുകൾക്ക്, അങ്ങനെ ഹൃദയരോഗമുള്ള ആളുകളാണെങ്കിൽ സ്പോട്ടിൽ ഡെഡാവും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിങ്ങനെ ചെറിയ ഇതൊക്കെ ഒരു കൈയല്ലേ എന്ന് എഴുതിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് എല്ലാവരും അങ്ങ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ വടിയേറ്റ് അടിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും കൈയേറ്റ് വരുമ്പോൾ നമ്മൾ വേറെ വടി കൊണ്ട് അടിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിലുണ്ട്. ഇത് കാണുന്നവർക്ക് ചിലപ്പോൾ ഇതൊരു കോമഡി ആയിട്ടൊക്കെ തോന്നാം, പക്ഷേ ഇത് വളരെ ഡേഞ്ചറായില്ല. കാരണം ഇത് നേരെ ഹാർട്ടിക്ക് പോകുന്നൊരു ഞരമ്പാണ്. നമ്മൾ ഫുൾ പവറിൽ അങ്ങോട്ട് കയറ്റി കൊടുക്കുകയാണ്. മനസ്സിലായോ? ഇത് ചെയ്യുക, പ്രയോഗങ്ങൾ ചെയ്യാറുണ്ട്. നമ്മളൊരു ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, സ്ത്രീകൾക്കൊക്കെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പീഡനശ്രമം, അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുക, അല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള എന്തെങ്കിലും വേണ്ടി ആക്രമിക്കുമ്പോഴൊക്കെ നമുക്ക് സ്വയരക്ഷയ്ക്ക് ഉപയോഗിക്കാം. അതല്ലാതെ ഓടിപ്പോയിട്ട് ഇതൊരു പരീക്ഷണത്തിൽ ആരും ചെയ്യാൻ നിൽക്കരുത്. അതൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ നിൽക്കില്ല. അവസാനം നമ്മൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ അറിവുകൾ നമുക്കറിയുന്ന പോലെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ്. പരമാവധി നിങ്ങൾ ഫോളോ ചെയ്യുക. ആളുകൾക്കെതിരെ ഉപയോഗിക്കാതെ കുട്ടികൾക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പ്രത്യേകിച്ച് എനിക്കും മക്കളുള്ളതാണ്. കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. +1, +2 കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകൾക്ക് ഇതിനെക്കുറിച്ച് അറിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. എത്ര കൊലപാതകങ്ങൾ നമ്മൾ കണ്ടു. എത്ര ആളുകൾ ഒറ്റയടിക്ക് മരിക്കുന്ന ആൾക്കാരുണ്ട്, ഒറ്റയടിക്ക് പെരടിക്ക് അടിച്ചാൽ മരിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ ഇത് പോസ്റ്റ്മോർട്ടത്തിൽ മാത്രമേ എന്താ സംഭവിച്ചതെന്ന് അറിയുള്ളൂ. അതുവരെ നമുക്ക് അറിയില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും കെയർ ചെയ്യുക, ശ്രദ്ധിക്കുക. ഇതാരും വേറെ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത്. നമ്മളിത് പഠിപ്പിച്ച് തരുന്നത്, നമുക്ക് അറിയുന്നത് ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അല്ല നമ്മളിത് അങ്ങനെ ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുകയല്ല.